പകരം വീട്ടാനാണ് മുംബൈ ടീം ഇന്ന് കളിക്കാനിറങ്ങിയത്. എന്നാൽ മുംബൈ തോറ്റിരിക്കുകയാണ്. ഈ IPL-ൽ രണ്ടാമത്തെ വട്ടമാണ് രാജസ്ഥാൻ ടീം മുംബൈ ടീമിനെ തോൽപ്പിക്കുന്നത്. ജയ്സ്വാൾ ഇന്ന് മികച്ച കളിയാണ് പുറത്തെടുത്തത്. ഓപ്പണിംഗിൽ ഇറങ്ങിയ ജയ്സ്വാൾ അടിച്ചു നിർത്തി. അതുപോലെ തന്നെ സന്ദീപ് ശർമ്മ 5 വിക്കറ്റ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. മുംബൈയുടെ നടുവൊടിച്ചത് സന്ദീപായിരുന്നു. ഇന്ന് കളി തോറ്റ ശേഷം പാണ്ഡ്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ടീം ഇപ്രാവശ്യവും പ്ലേ ഓഫിൽ എത്താനുള്ള സാധ്യത കുറവാണ്. ഇന്ന് കളി തോറ്റ ശേഷം പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ എൻ്റെ ക്യാപ്റ്റൻസിയിൽ മികച്ച രീതിയിലാണ് ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ കളി ജയിക്കാൻ സാധിക്കുന്നില്ല. രാജസ്ഥാൻ ടീമിനെതിരെ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഈ IPL-ലെ മികച്ചൊരു ടീമാണ് രാജസ്ഥാൻ. സഞ്ജു ആണ് അവരുടെ ക്യാപ്റ്റൻ. മികച്ച രീതിയിലാണ് സഞ്ജു മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാജസ്ഥാനുമായിട്ടുള്ള ആദ്യ കളി ഞങ്ങൾ തോറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഇന്ന് പകരം വീട്ടാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. സന്ദീപ് ശർമ്മ മികച്ച ബൗളിംഗ് ആണ് പുറത്തെടുത്തത്. അതുപോലെ ജയ്സ്വാളും. ഞങ്ങൾക്ക് കുറച്ചും കൂടി ടാർഗറ്റ് ആവശ്യമായിരുന്നു. രാജസ്ഥാനെ പോലെ ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ ഒരു 200 റൺസെങ്കിലും ആവശ്യമാണ്. അത് ഞങ്ങൾക്ക് നേടാൻ സാധിച്ചില്ല. ഓപ്പണിംഗ് ആണ് ഞങ്ങൾക്ക് പണി തന്നത്. രോഹിത് ശർമ്മയും ഇഷാനും പെട്ടെന്ന് ഔട്ടായി. പിന്നീട് സൂര്യൻ പോയപ്പോൾ ഞങ്ങൾ ശരിക്കും ട്രാപ്പിലായി. ഒരുപാട് തെറ്റുകൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തി തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് പാണ്ഡ്യ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ വലിയ ആവേശത്തിലാണ്. കാരണം ഓരോ മാച്ച് കഴിയുന്തോറും രാജസ്ഥാൻ ടീം സ്ട്രോങ് ആയി വരികയാണ്. രാജസ്ഥാൻ ടീമിനെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ സാധിക്കുന്നില്ല. അത്രയും മികച്ച രീതിയിലാണ് രാജസ്ഥാൻ കളിച്ചു വരുന്നത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഇപ്രാവശ്യം രാജസ്ഥാൻ കപ്പ് നേടുമെന്നത് ഉറപ്പാണ്. അത്രയ്ക്ക് മികച്ച കളി അവർ കാഴ്ചവെക്കുന്നുണ്ട്. മുംബൈ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് രാജസ്ഥാന് മുന്നിൽ മുട്ടുകുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.